ചുട്ടുപൊള്ളുന്ന വെയിലേറ്റ് അക്ഷമരായി തൃശ്ശൂർ ഒല്ലൂർ ജംഗ്ഷനിൽ UDF പ്രവർത്തകർ കാത്തു നിൽക്കുകയാണ്. ആ കാത്തിരിപ്പിനൊടുവിൽ കർണാടക ഉപമുഖ്യമന്ത്രിയും PCC പ്രസിഡന്റുമായ DK ശിവകുമാറിൻ്റെ കാർ വന്നു നിന്നു. അതുവരെ കടമുറികളുടെയും മരങ്ങളുടെയും തണലേറ്റ് നിന്ന പ്രവർത്തകർ ഓടി ജംഗ്ഷനിലേക്ക് ഇറങ്ങി. ജംഗ്ഷൻ ജനാവരത്തിൽ നിറഞ്ഞൊഴുകി. തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പ്രസംഗിക്കുമ്പോഴായിരുന്നു DKയുടെ വരവ്. DK എത്തിയതോടെ മുരളീധരൻ പ്രസംഗം നിർത്തി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ സ്വാഗതം പറഞ്ഞ് DKയെ സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഇടത്തും വലത്തും K മുരളീധരനും TN പ്രതാപനും എത്തി. തുടർന്ന് വലിയ പുഷ്പഹാരം സമർപ്പിച്ചു. DK മൈക്കെടുത്തതോടെ ആരവം ഇരട്ടിച്ചു. ഭാരത് മാതാവിന് ജയ് വിളിച്ചപ്പോൾ പ്രവർത്തകർ അതേറ്റു വിളിച്ചു. മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ലീഡർക്കും AK ആൻ്റണിക്കും K മുരളീധരനുമെല്ലാം ജയ് വിളിച്ചു തുടങ്ങിയ പ്രസംഗത്തിന് പ്രവർത്തകർ കാതുകുറിപ്പിച്ചു. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിനല്ല, നരേന്ദ്രമോദി ഭയപ്പെടുന്ന K മുരളീധരൻ എന്നൊരു പുലിക്കുട്ടിയാക്കിയാണ് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിനല്ല, നരേന്ദ്രമോദി ഭയപ്പെടുന്ന K മുരളീധരൻ എന്നൊരു പുലിക്കുട്ടിക്കായാണ് താൻ ഇവിടെ എത്തിയതെന്ന് DK പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ നിറഞ്ഞ കയ്യടി. തന്നെ ജയിലിലടച്ചപ്പോൾ കർണാടകയിലെ പ്രവർത്തകർ പ്രതിഷേധിക്കാൻ ഇറങ്ങും മുൻപ് കേരളത്തിലെ അണികളാണ് തെരുവിലിറങ്ങി പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. കേരളത്തിലേത് പ്രബുദ്ധ സമൂഹമാണ്. EDയെ ഉപയോഗിച്ച് നേതാക്കളെ വേട്ടയാടുന്ന പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനെ തൊടുന്നില്ലെന്നും കർണാടകയിൽ BJP സഖ്യകക്ഷിയായ JDSൻ്റെ കേരളത്തിലെ പ്രതിനിധിയെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റാത്തതിൽ മുഖ്യമന്ത്രി മറുപടി പറയുമോ എന്നും ചോദിച്ചപ്പോൾ പ്രവർത്തകർ ആവേശത്തിലായി. വേദി വിട്ടിറങ്ങുമ്പോൾ മരം കൊണ്ടുള്ള ആനക്കുട്ടിയുടെ പ്രതിമയും അദ്ദേഹത്തിന് സമർപ്പിച്ചു. രാവിലെ 9:30 തുടങ്ങിയ യോഗത്തിലേക്ക് 10:30 DK എത്തിയത്. അരമണിക്കൂറത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒപ്പം നിൽക്കാനും സെൽഫി എടുക്കാനും പ്രവർത്തകർ മത്സരിച്ചു. ചിലർ ഷാൾ അണിയിച്ചു. വാഹനത്തിന് ചുറ്റിലും നിന്നവർ സ്ത്രീകളടക്കമുള്ള പ്രവർത്തകരുണ്ടായിരുന്നു. മുദ്രാവാക്യങ്ങൾക്കൊപ്പം ഉയർന്നു പൊങ്ങിയ കൈകളിലെല്ലാം മൊബൈൽ ക്യാമറകളായിരുന്നു. കൊടിതോരണങ്ങൾക്കും K മുരളീധരൻ്റെ കട്ടൗട്ടുകൾക്കും നടുവിൽ തിരക്കിനിടയിലൂടെ റോഡ് ഷോയ്ക്കായുള്ള വാഹനം വരെ കൈകൾ കോർത്തു പിടിച്ച നേതാക്കളുണ്ടാക്കിയ വലയത്തിലൂടെ DK ശിവകുമാർ നടന്നു. റോഡ് ഷോയ്ക്കുള്ള അലങ്കരിച്ച വാഹനത്തിൽ കയറുമ്പോൾ K മുരളീധരനും ഒപ്പമുണ്ടായിരുന്നു. ഒല്ലൂർ ജംഗ്ഷനിൽ 5 മിനിറ്റോളം റോഡ് ഷോ പൂർത്തിയാക്കിയ ശേഷം തിരിച്ച് കാറിലേക്ക് കയറി. ത്രിവർണ്ണ കടലാസ് തുണ്ടുകൾ നിറഞ്ഞു കവിഞ്ഞ റോഡിലൂടെ DK മടങ്ങുമ്പോഴും കൊട്ടിക്കലാശത്തിൻ്റെ ഹരത്തിലായിരുന്നു പ്രവർത്തകർ.